പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വളരെയധികം വിടുതലും വിമോചനവും സൗഖ്യവും കിട്ടാൻ വേണ്ടി നമുക്ക് വളരെയധികം ആഗ്രഹിക്കാം. ഇന്നത്തെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിൽ വലിയ നവീകരണം, വിശുദ്ധീകരണം, കൃപ ധാരാളമായിട്ട് നിറയാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അപ്പോൾ ദൈവം കടാക്ഷിക്കുന്നത് കടാക്ഷിക്കണമെങ്കിൽ നമ്മൾ എളിമയിലും വിശുദ്ധിയിലും ഉണ്ടായിരിക്കും. എളിമയും അനുതാപവും വിശുദ്ധിയൊക്കെ വേണം, എങ്കിൽ മാത്രമേ വചനം നിറയുള്ളൂ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം പകരണമെന്നുണ്ടെങ്കിൽ അത് വിശുദ്ധിയുള്ള പ്രതലങ്ങളിലേക്ക് മാത്രമേ, ഹോളിനെസ് ഉള്ള ഹൃദയത്തിലോട്ട് മാത്രമേ കൃപയ്ക്ക് പകരാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതൊരിക്കലും പകരാൻ പറ്റില്ല. ഈ ഹോളിനെസ് ഉണ്ടാകണമെങ്കിൽ എളിമ വേണം, നല്ല ആഴമുള്ള എളിമ വേണം. 1 പത്രോസ് 5:5-7 വരെയുള്ള വചനം പറയുന്ന പോലെ, കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴെ താഴ്മയോടെ നിൽക്കും, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏറ്റവും വലിയ ഭാഗ്യം എന്നറിയാം, ഏറ്റവും വലിയ കൃപ, ദൈവം വചനത്തെ അതേപടി ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കൃപ. ലൂക്ക 2:19 പരിശുദ്ധ അമ്മ ദൈവവചനം ഹൃദയത്തിൽ സംഭവിക്കും അതേപടി. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം വചനത്തിൽ മായം ചേർക്കുന്നു. 2 കൊരിന്ത്യർ 2:17 പറയുന്ന, ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം നടത്തുന്ന അനേകരുണ്ട്. ദൈവവചനത്തിൽ മായം ചേർന്നാൽ പിന്നെ വചനത്തിൻ്റെ ജീവൻ ഫെയ്ത്തൊക്കെ പോകുന്നതിൻ്റെ കാരണം ദൈവവചനത്തിൽ മായം ചേർത്ത് നമ്മൾ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 2 തിമോത്തി 4:3 മുതലുള്ള വചനം പറയുന്ന പോലെ, ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു, കേൾവിക്ക് ഇമ്പമുള്ളവയും ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രസംഗകരെ വിളിച്ചുകൂട്ടും. നീ ആകട്ടെ സമർത്ഥിച്ചത് പാലിക്കുക, സുവിശേഷകൻ്റെ ജോലി പൂർത്തീകരിക്കുക ചെയ്യുക. ഗലാത്യ 6:7 വചനം, ദൈവത്തെ ആർക്കും കബളിപ്പിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനത്തെ അതേപടി സ്വീകരിച്ചാൽ, കണ്ണും പൊട്ടി അതിൽ അതേപടി വിശ്വസിച്ചാൽ നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും അനുഗ്രഹങ്ങൾക്കും അനുഭവിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം. അപ്പോൾ ആ വചനത്തെ അതൊന്ന് മാറ്റി പറയരുത്, മാറ്റി ചിന്തിക്കരുത്, മാറ്റി നമ്മൾ വ്യാഖ്യാനിക്കരുത്. അതായത് സമൂഹത്തിലും സഭയിലും എല്ലായിടത്തും വരുന്നൊരു പ്രശ്നം ഇതാണ്, വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ദൈവം പറഞ്ഞതല്ലാത്ത വേറെ അർത്ഥം അതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ദൈവം പറഞ്ഞ വചനത്തെ, ആ വാരുന്ന വചനത്തെ അതേപടി, പരിശുദ്ധ അമ്മയുടെ അടുക്കൽ പരിശുദ്ധ അമ്മ നമുക്കറിയാം, മഹലാഖ ദൈവവചനമായിട്ട് ആ വചനം അതേപടിയാണ് അമ്മ സ്വീകരിക്കുന്നത്. ലൂക്ക 1:38, പിതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ നീ നിറവേറട്ടെ. അപ്പോൾ അതേപടി ആ വചനം ഉൾക്കൊള്ളുന്ന കാണാം. അപ്പോഴാണ് അത് 100 ഫലം പുറപ്പെടുവിക്കുന്നത്. ലൂക്ക സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെയുള്ള വചനം വായിക്കും. അത് നല്ല നിലത്ത് വീണത് അത് 100 ഫലം പറയും. നല്ല നിലമായിരിക്കും. നിലം നല്ലതാണെങ്കിലേ ഈ വചനത്തിന് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ, ഹൃദയത്തിലോട്ട് വരാൻ പറ്റും. അതുകൊണ്ടാണ് ജെറമ്യ 4:14 ദൈവം പറയുന്നുണ്ട്, അതായത് ജെറുസലേമേ, നിൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടണം. ദുഷ്ടത, ഹൃദയത്തിലുള്ള ദുഷ്ടത, അശുദ്ധി എല്ലാം എടുത്ത് നമ്മൾ കളയണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ വചനം സ്വീകരിക്കാൻ പറ്റൂ. വചനം വരുമ്പോൾ അതാണ് കൃപയാണ്, വചനമാണ് കൃപ. ഈശോയാണ്, ദൈവവചനം തന്നെയാണ് കൃപ. ആ വചന ഹൃദയത്തിൽ നിറയുമ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, സൗഖ്യങ്ങൾ, അനുഗ്രഹങ്ങൾ, അഭിഷേകങ്ങളൊക്കെ നമ്മളിൽ സംഭവിക്കും. അപ്പോൾ വചനം നമ്മൾ നിറയണമെങ്കിൽ ഇവിടെ എളിമ വേണം, അനുതാപം വേണം, വിശുദ്ധി വേണം, ജീവിത വിശുദ്ധി വേണം. എഫേസ്യർ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ, എല്ലാ ആയുധങ്ങളും എടുക്കാൻ പറയാം അല്ലേ. അതിൽ അവസാനം പറയുന്നുണ്ട്, എഫേസ്യർ ലേഖനത്തിൻ്റെ 6:17 പറയുമ്പോൾ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കാൻ പറയുന്നുണ്ട്. വചനം എടുക്കണം. വചനം എടുത്താൽ പൈശാചിക ശക്തി ഓടിപ്പോയിക്കോളും. ദൈവവചനം ഉള്ള ഒരാളുടെ അടുത്തേക്ക് ദുഷ്ടാരൂപിക്ക് നിൽക്കാൻ പറ്റത്തില്ല. അത് അലറിക്കൊണ്ട് നിലവിളിച്ചുകൊണ്ട് അത് ഓടി മാറുന്നത് കാണാൻ പറ്റും. അതാണ് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ ഈശോയെ കാണുമ്പോൾ ദുഷ്ടാരൂപി അലറിക്കൊണ്ട് ഓടുന്നത് കാണാൻ പറ്റും. കാരണം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഈശോയുടെ സാന്നിധ്യം അതിന് മനസ്സിലാവും. ഈശോയെ കാണുമ്പോൾ ദുഷ്ടാരൂപികൾ, മർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 29 വരെയുള്ള വചനത്തിൽ കാണാൻ പറ്റുമേ. ഈശോ ശാസിക്കുന്നുണ്ട്, മൂകനായ ആത്മാവിനോട് പറയുന്നുണ്ട്, അവനെ വിട്ടുപോയി. ഇത് പറയുന്ന ഉടനെ തന്നെ, കാരണം ഈശോ പറയുമ്പോൾ ഈശോയിൽ ദൈവവചനമുണ്ട്. ഈശോ ദൈവവചനമാണ്. ദൈവവചനമായതുകൊണ്ടാണ് ആ മിറക്കിൾ അവിടെ സംഭവിക്കുന്നത്. അതാണ് മർക്കോസ് സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം പറയുന്നുണ്ട്. പിശാച് വിളിച്ചു പറയുന്നുണ്ട്, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു?
കണ്ടോ, ദൈവപുത്രൻ, ദൈവവചനം, അത് ആ വചനം എന്ന് വെച്ചാൽ ദൈവപുത്രനാണ്. ദൈവവചനം ഈശോയാണ്, ഈശോ തന്നെയാണ്. അപ്പോൾ അത് ഈശോയിലോട് നിറഞ്ഞു നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് ദുഷ്ടാരൂപിക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ദുഷ്ടാരൂപി വിളിച്ച് പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ പറഞ്ഞു? അതുതന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 10:34 ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നു അവരെ ദൈവങ്ങളെന്ന് വിളിച്ചു. അപ്പോൾ അവരിൽ ദൈവസാന്നിധ്യം. അപ്പം ദൈവവചനം സ്വീകരിക്കുന്നതാണ് ഏറ്റവും പറഞ്ഞത്. ദുഷ്ടാരൂപി ലോകത്ത് നടക്കുന്ന ദൈവവചനം നമ്മൾ എങ്ങനെ സ്വീകരിക്കാതിരിക്കാൻ പറ്റും? അതിനുവേണ്ടിയാണ് അവൻ നോക്കുന്നത്. അതാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4, 5, 6 വചനത്തിൽ ദുഷ്ടാരൂപി ഈശോയോട് തന്നെ പറയുന്നുണ്ടല്ലോ, അതായത് ഈ കല്ലുകളെ അപ്പമാക്കുക, അവ എങ്ങനെയും മാറ്റിക്കളയുക. അത് അപ്പോൾ ഈശോ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. ശരിക്കും മനുഷ്യൻ്റെ ജീവൻ്റെ അടിത്തറ ഇരിക്കുന്നത് ദൈവവചനത്തിലാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7:21, 22, 23 വചനത്തിൽ ഈശോ പറഞ്ഞത്, കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല, നേരെ മറിച്ച് എൻ്റെ വചനം അനുസരിക്കുന്നവനാണ് അവൻ നിത്യജീവനിൽ പ്രവേശിക്കുക, സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോൾ ദൈവവചനത്തിൻ്റെ ജീവൻ ശക്തി നീ അറിഞ്ഞിരിക്കണം. എബ്രായർ 4:12 പറയും, കർത്താവിൻ്റെ വചനം വിരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളും മജ്ജയിലും തുളച്ചുകയറിയ ഹൃദയത്തിൻ്റെ വിചാരങ്ങളും നിയോഗങ്ങളെയും വിവേചിക്കുന്നതാണ്. അതിൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിക്കും മറഞ്ഞിരിക്കുക സാധ്യമല്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ദൈവവചനം ഉണ്ടെങ്കിൽ ആ വചനത്തിൻ്റെ പവർ, ആ വചനം മാറ്റിക്കളയാണ്. ഇന്ന് വചനത്തിൽ നിന്ന് മാറി നടക്കാനായിട്ടാണ് പിശാച് നമ്മളോട് ഒന്ന് പറയുന്നത്. എന്ത് പുതിയ വ്യാഖ്യാനം തരും. നമ്മൾ ഒറിജിനൽ വ്യാഖ്യാനം വചനം അതേപടി പറയുമ്പോൾ അവരതങ്ങനെയല്ല, അതിങ്ങനെയാണ്. ചിലപ്പോൾ അതിൻ്റെ ഭാഷകളൊക്കെ വെച്ചും അതിൻ്റെ എറ്റിമോളജി, അതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞ് അതിൻ്റെ വേറൊരു വ്യാഖ്യാനം കൊടുത്ത് നമ്മളെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട്, നമ്മൾ നല്ല ശുദ്ധ മനസാക്ഷിയോടെ ഈശോയെ അനുഗമിക്കുമ്പോൾ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് ലോകാരൂപിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. എപ്പോഴും വ്യാഖ്യാനങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആ വ്യാഖ്യാനങ്ങൾ ചെന്ന് എത്തുന്നത് ഒരു ലോകാരൂപിയുമായിട്ടുള്ളൊരു കോംപ്രമൈസിലായിരിക്കും. വ്യാഖ്യാനങ്ങളെല്ലാം തന്നെ പോയി അവസാനം പോയി എത്തുന്നത് കാണാൻ പറ്റും. ലോകാരൂപിയുമായിട്ടുള്ള ഒരു കോംപ്രമൈസിങ് നടത്തും. രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അവരെത്തിക്കുന്നത് കാണാൻ പറ്റും. അതാണ് പൈശാചിക അരൂപികളുടെ പ്രവർത്തനം. അതാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവവചനത്തെ അത് സ്വന്തം കിട്ടുന്നൊരു വ്യക്തി അതേപടി അത് സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് ആ വ്യക്തിയിൽ 100 മടങ്ങ് ഫലം, അനുഗ്രഹങ്ങൾ സംഭവിക്കുക. അതുകൊണ്ടാണ് യാക്കോബ് ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 20-21 വചനത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരും തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ ദൈവവചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കും. ദൈവവചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുക എന്നുള്ളത്. വചനത്തെ അനുസരിക്കുക, കണ്ണും പൂട്ടി അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മളിൽ അത് വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും വലിയ അനുഗ്രഹങ്ങളും വലിയ അഭിഷേകങ്ങളും വർഷിക്കും. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വചനം, ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിൻ്റെ ശക്തിക്ക് അതീതമോ അപ്രാപ്യമാം വിധം വിദൂരമോ അല്ല. നാം അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ആയി നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി ചെന്നത് കൊണ്ടുവന്നു തരും എന്ന് നീ പറഞ്ഞാൽ അത് സ്വർഗത്തിലല്ല. ഇത് കേട്ട് പ്രവർത്തിക്കാൻ അത് ആര് കടലിനക്കരെ പോയി അത് നമുക്ക് കൊണ്ടുവന്നു തരും എന്ന് പറഞ്ഞാൽ അത് ആ കടലിനക്കരെയുമല്ല. വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിൻ്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് സാധിക്കും. ആ വചനം നിനക്ക് 100% അനുസരിക്കാൻ സാധിക്കും. വചനം നിൻ്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്. ദൈവം നിനക്ക് വചനം തന്നിട്ടുണ്ട്. ഓൾറെഡി നിന്നിൽ ദൈവവചനം പ്രവർത്തിക്കുന്നുണ്ട്. ആ വചനം നീ അതേപടി സ്വീകരിച്ചാൽ മാത്രം മതി നിനക്കതിൻ്റെ ഫലം അനുഭവിക്കാൻ, രക്ഷ അനുഭവിക്കാൻ സാധിക്കും. വീണ്ടും നിയമാവർത്തന പുസ്തകത്തിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 20 വരെയുള്ള വചനം പറയുന്നുണ്ട്, ഇന്ന് ഞാൻ നിൻ്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അനുസരിച്ച് നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്തെന്ന് ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുക. എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും അന്യദേവന്മാരെ ആരാധിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കുമെന്നും യോർദാൻ കടന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കുകയില്ലെന്നും ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെ ഞാൻ നിനക്കെതിരായി സാക്ഷിയാക്കുന്നു. നീയും നിൻ്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക. നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. നിന്റെ പിതാക്കന്മാരെ അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത ദേശത്ത് വസിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവവചനം അത് ജീവനാണ്, അത് അനുഗ്രഹമാണ്, അത് മരണമാണ്, അത് നന്മയിലേക്ക് നയിക്കും, അത് അപകടകരവുമാണ്. അപ്പോൾ വചനത്തെ നമ്മൾ തിരസ്കരിച്ച് നമുക്ക് അപകടം ഉണ്ടാകും. വചനത്തെ നമ്മൾ തിരസ്കരിച്ച് 100% അപകടത്തിൽ
ചില വചനത്തിനെതിരായി പറയുക, വചനത്തെ ദുർവ്യാഖ്യാനം നടത്തുക, വചനത്തെ പരിഹസിക്കുക, ദൈവവചനത്തെ. അപ്പോൾ അതെല്ലാം ചെയ്യുന്ന ഈശോയാണ്. ഈശോ പറയുന്നത്, നിങ്ങളെ കേൾക്കുന്നു എന്നെ കേൾക്കുന്നു, നിങ്ങളെ തിരസ്കരിക്കുന്നവൻ എന്നെ തിരസ്കരിക്കുന്നു എന്ന് ഈശോ പറയുന്നു. അതിന് കാരണം വചനത്തെ ആരെങ്കിലും അത് തിരസ്കരിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുമ്പോൾ അത് ഈശോയെ തന്നെയാണ് ആ വ്യക്തി തിരസ്കരിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 6 മുതൽ 10 വരെയുള്ള വചനം പറയുന്നത് വലിയ വചനമാണിത്. വീണ്ടും സ്വരമുയർന്ന് ഉദ്ഘോഷിക്കുക. ഞാൻ ആരാഞ്ഞു, ഞാൻ എന്ത് ഉദ്ഘോഷിക്കണം? ജഡം തൃണം മാത്രം, അതിൻ്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികവും. കർത്താവിന് ശ്വാസം ഏൽക്കുമ്പോൾ പുല്ല് കരിയുകയും പുഷ്പം പാടിപ്പോവുകയും ചെയ്യുന്നു. മനുഷ്യൻ പുല്ല് മാത്രം, പുല്ല് കരിയുന്നു, പുഷ്പം പാടുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. സദ്വാർത്ഥിയുമായി വരുന്ന സിയോനെ ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരം ഉയർത്തി പറയുക. സദ്വാർത്ഥിയുമായി വരുന്ന ജെറുസലേമെ നിർഭയം വിളിച്ചു പറയുക. യൂദായുടെ പട്ടണങ്ങളോട് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്ന സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലവും അവിടുത്തെ മുമ്പിലുണ്ട്. ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. അവിടെ പറയുന്നുണ്ട് ദൈവവചനം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. മനുഷ്യൻ്റെ സ്വപ്നങ്ങളും മനുഷ്യൻ്റെ കാര്യങ്ങളെല്ലാം പുല്ലുപോലെ കരിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം അതെന്നേക്കും നിലനിൽക്കുന്നു. ആ ദൈവവചനം നമ്മൾ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. ആ വചനത്തിൽ നമ്മൾ ജീവിക്കണം. വചനത്തിൽ നിന്ന് മാറിപ്പോയാൽ അപകടങ്ങൾ, അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. റോമലേഖനം 10-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം, ഐക്യപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ കേൾക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. കാരണം സുവിശേഷം ദൈവവചനം അവർ സ്വീകരിച്ചിരിക്കുക, അതേപടി ഉൾക്കൊണ്ട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അവർ അണുവിട മാറുന്നില്ല. ആ വചനത്തോട് 100% വിശ്വസ്തത കാണിക്കുന്നു. അങ്ങനെ അതാണ് വേണ്ടത്. അല്ലാതെ വ്യാഖ്യാനം ബുദ്ധിയിൽ അന്ധകാരമുള്ളവരെല്ലാം പുതിയ സംഭവങ്ങളും വലിയ കാര്യം തങ്ങളുടെ അഹങ്കാരത്തിൽ നിന്നും തൻ്റെ അറിവിൽ നിന്നൊക്കെയാണ് ബൈബിളിൽ കൊടുക്കുന്നത്, വ്യാഖ്യാനം കൊടുക്കുന്നത്. അത് വരുമ്പോൾ ഒരുപാട് അപകടമുണ്ട്. വിശ്വാസം തന്നെ മുഴുവൻ പോകും. ദൈവവിശ്വാസം കാരണം ദൈവവചനത്തിൻ്റെ പവറുടെ ശക്തി അവർക്ക് അനുഭവിക്കാൻ പറ്റാതെ. അതായത് മർക്കോസ് സുവിശേഷം 12:24 പറയുന്നുണ്ട്, അത് വിശുദ്ധ ലിഖിതമോ ദൈവവചനത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവവചനത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അപ്പോൾ വിശുദ്ധ ലിഖിതം എന്തെന്ന് അറിയണം. വിശുദ്ധ ലിഖിതം വെറും ലിഖിതം അല്ലത്, വിശുദ്ധ ദൈവവചനമാണ്, സത്യവചനമാണ്. അപ്പോൾ അതിൻ്റെ പവർ, അതിൻ്റെ ശക്തി നീ തിരിച്ചറിയണം. അപ്പോൾ ആ വചനം നിന്നെ നയിക്കുക. ആ വചനത്തിൽ നിന്ന് അണുവിടം മാറരുത്. മാറിയാൽ നമ്മൾ കൃപയിൽ നിന്ന് കംപ്ലീറ്റ് പുറത്താക്കപ്പെടും. അതുകൊണ്ടാണ് യോഹന്നാൻ 15:3 പറയുക, എൻ്റെ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ ആ വചനം കേട്ടുകൊണ്ടിരുന്നാൽ തന്നെ നമ്മളിൽ വിശുദ്ധി ഉണ്ടാവും. നമ്മളിൽ അഹങ്കാര, അസൂയ, വെറുപ്പും മ്ലേച്ഛതയൊക്കെ പൊയ്ക്കോളും. ദൈവവചനം നിന്ന് കേൾക്കാൻ തയ്യാറായാൽ മാത്രം മതി. എല്ലാവരും ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കും. വചനം വായിക്കുക, അത് വിശ്വസിക്കണം, അതിൽ നിന്ന് മാറരുത്. അതിൽ നിന്ന് മാറാനായിട്ടുള്ള പ്രേരണകൾ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടോണം. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞൊരുപാട് വ്യാഖ്യാനം. 2 കൊരിന്ത്യർ 4:4 ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായവരുടെ മനസ്സിനെ, ബുദ്ധിയെ അന്ധമാക്കിയിരിക്കും. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല, അവർക്ക് ഒട്ടും അത് അനുഭവിക്കാൻ പറ്റില്ല. വീണ്ടും വചനം പറയുന്നുണ്ട്, വളരെ പവർഫുള്ളായ വചനമാണ്. 1 കൊരിന്ത്യർ 3:18, 19, 20 വചനം പറയും, അത് ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. ആരെങ്കിലും ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തൻ്റെ ഭോഷനാകട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. അവൻ ബുദ്ധിശാലികൾ അവരുടെ തന്ത്രങ്ങൾ തന്നെ കൊടുക്കുന്നുവെന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നുവെന്നും എഴുതപ്പെട്ടിരിക്കണം. ബുദ്ധിശാലികളുടെ ആലോചന, ബുദ്ധിശാലികളുടെ പഠനങ്ങൾ അതല്ല. ദൈവവചനത്തിൻ്റെ ജീവൻ അതേപടി അതിലിരിപ്പുണ്ട്. അതേപടി അത് സ്വീകരിക്കാൻ നിൻ്റെ ഹൃദയം തുറക്കും. ഇവിടെ വേണ്ടത് എളിമയാണ്. എളിമയാണ്. ഈ വചനം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ കാര്യം, സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം. നമുക്ക് എളിമയില്ല, അഹങ്കാരമാണ്. പ്രഭാഷകൻ 3:18-19 വചനം വന്നാൽ നമുക്ക് ഈ വചനം സ്വീകരിക്കാൻ പറ്റും. അത് നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക. അപ്പോൾ നീ ദൈവകൃപയ്ക്ക് പാത്രമായിട്ട് മാറും. യാക്കോബ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 10 വരെയുള്ള വചനം പറയാം, ആകയാൽ അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ. ഏതാണ് കൃപ? വചനം കൊടുക്കുന്നു. പരിശുദ്ധമായി കൃപ കൊടുക്കുന്നു, വചനം കൊടുക്കുന്നു. ആ വചനം അമ്മയുടെ ഹൃദയത്തിലുണ്ട്. ആ വചനത്തെ അമ്മ അതേപടി വേറെ ആരോടും പറയാതിനാണ്. ആ വചനം ദൈവവചനം അതേപടി സ്വീകരിക്കുക. അതിൻ്റെ അർത്ഥം അതിൽ തന്നെ ആ അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതിന് ജ്ഞാനത്തിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 5 മുതൽ 11 വരെയുള്ള വചനം വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം
മാലാഖമാർ ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്നത് കേട്ടിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അശുദ്ധനാണ്, അശുദ്ധമായ അതരങ്ങൾ. ശരിക്കത് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത് ഞാൻ പാപിയാണ്, അയോഗ്യനാണെന്നല്ല. അത് വേറെ പറയാൻ പറ്റില്ല. ഉടനെ ഈശോ പറയുന്നുണ്ട്, ഞാൻ ആരെ അയക്കും, ആരെനിക്ക് വേണ്ടി പോകും, എനിക്ക് വേണ്ടി പോകും. അപ്പോൾ എൻ്റെ വചനം പറയുന്ന ഒരാൾ, ദൈവത്തിൻ്റെ വചനം അതേപടി പറയുന്ന ഒരാളെ ദൈവത്തിന് ആവശ്യം. അതിനുവേണ്ടി ദൈവം അവനെ അവിടുത്തെ വിശുദ്ധീകരിക്കുന്നുണ്ട്. വിശുദ്ധീകരിച്ച് അവനെ ശരിക്കും അവനെ ദൈവം ശരിക്കും സുവിശേഷ പ്രഘോഷണം നന്നായിട്ട് നടക്കണമെങ്കിൽ അതിന് മുമ്പ് നമ്മളൊരു വിശുദ്ധീകരണം നടക്കണം. വിശുദ്ധീകരണം നടന്നാൽ മാത്രമേ ഈ വചനം കർത്താവ് നമുക്ക് തരാൻ പറ്റുള്ളൂ. തന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രസംഗിക്കാൻ പറ്റുള്ളൂ. വചനം അതാണ് എസെക്കിയേലിന്റെ പുസ്തകം 3:18-19 വചനം പറയുന്നുണ്ട്, പ്രവാചക നീ വാ തുറന്ന് വചനം അവൻ്റെ ആദരത്തിൽ ദൈവം വചനം വെക്കുക, എന്നിട്ട് പോയി നീ വചനം പ്രസംഗിക്കാൻ പറയാം. അപ്പോൾ ദൈവ വചനമാണ്, ദൈവമാണ് സംസാരിക്കുന്നത്, മനുഷ്യരല്ല സംസാരിക്കുന്നത്. മനുഷ്യൻ്റെ ഉപകരണങ്ങളായിട്ട് മാറരുത്. ലോകത്തിൽ നിന്നെല്ലാം പറ്റുന്ന മനുഷ്യൻ്റെ ഉപകരണങ്ങളായിട്ട് നമ്മൾ മാറും. മനുഷ്യന് വേണ്ടി നമ്മൾ പലം ചെയ്യുന്നു, അവർക്ക് വേണ്ടി ഇവർക്ക്. പക്ഷേ അതല്ല, ദൈവവചനത്തിന് വേണ്ടി ദൈവവചനത്തെ അടിത്തറയിൽ വെച്ചുകൊണ്ട് നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഈ ഇവിടെ നമുക്കറിയാം ഗലാത്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 9 വരെയുള്ള വചനത്തിൽ, ഗലാത്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 9 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, മറ്റൊരു സുവിശേഷമില്ല. 3 മുതൽ വചനം ഇങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അഭീഷ്ടം അനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ ബലിയർപ്പിച്ചു. ദൈവത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായൊരു സുവിശേഷത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല. എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കാനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തു നിന്നൊരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവർ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അതായത് സുവിശേഷത്തിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനം നടത്തുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് ദൈവവചനം പറയാം. ഇവിടെ പൗലോസ് പറയാം, ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിൻ്റെതാണോ? ഗലാത്യ 1:10 പറയാണ്, ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിൻ്റെയാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാകുകയില്ലായിരുന്നു. അതുകൊണ്ട് ശരിക്കും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന സുവിശേഷ പ്രസംഗമല്ല വേണ്ടത്, ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവഹിതം നിറവേറ്റുന്ന സുവിശേഷ പ്രസംഗമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ദൈവവചനത്തിൻ്റെ ജീവൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ വെക്കണം. ആ വചനം നമ്മൾ 100 മേനിയും ഫലം പുറപ്പെടുവിക്കാൻ ഇടയാവും. പക്ഷേ അത് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഈ വചനം ജീവനായിട്ടും കൃപയായിട്ടും മാറാത്തതിൻ്റെ കാരണം അതിനകത്ത് പാറയിരിപ്പുണ്ട്, വലിയ പാറയിരിപ്പുണ്ട്, മുള്ളുകളിരിപ്പുണ്ട്, നമ്മുടെ ദുർമോഹങ്ങളിരിപ്പുണ്ട്, അതിന് അശുദ്ധി ഇരിപ്പുണ്ട്, മ്ലേച്ഛത ഇരിപ്പുണ്ട്. ഇതിരിക്കുന്നതുകൊണ്ടാണ് ഈ കൃപ നമുക്ക് അനുഭവിക്കാനും സ്വന്തമാക്കാനും പറ്റാതെ പോകുന്നത്. അത് നമ്മൾ കരിഞ്ഞു പോകുന്നതിൻ്റെ കാരണം വചനം കൃപ വന്നിട്ട് കരിഞ്ഞു പോവുക. അഭിഷേക പ്രാർത്ഥനയൊക്കെ മേടിക്കും, കൈ പ്രാർത്ഥനയൊക്കെ മേടിക്കും, പരിശുദ്ധാത്മാവിൻ്റെ കൃപയൊക്കെ മേടിക്കും. പക്ഷേ അതിൽ നിലനിൽക്കാൻ പറ്റാത്തതിൻ്റെ കാരണം വെച്ചാൽ ആ കൃപയിൽ നിൽക്കാതെ വീണ്ടും അപകടങ്ങളും അനർത്ഥങ്ങളൊക്കെ വരുന്നതിൻ്റെ കാരണം ദൈവവചനത്തിൽ നമ്മൾ മാറിപ്പോവുക. ആ ദൈവത്തിൽ മാറിപ്പോകുന്ന നമ്മുടെ സ്വഭാവം പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ഇന്ന് അങ്ങയുടെ വചനം ഞാൻ ഹൃദയം തുറന്ന് കേൾക്കുകയാണ്. അതായത് വെളിപാട് പുസ്തകത്തിൻ്റെ 3:20 പറയും, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും, ഞാൻ അവനോട് കൂടെ ഇരുന്ന് ഭക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഈശോ പറഞ്ഞ ഹൃദയം തുറന്നു കൊടുക്കണം. നമ്മൾ അടച്ച ഹൃദയങ്ങൾ, നമ്മളെല്ലാം കഠിന ഹൃദയം ഇന്ന് ലോകത്തു നിന്ന് ബുദ്ധിയിൽ അന്ധകാരം നേറിയിട്ട് എല്ലാവരും ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഹൃദയം അടച്ചു വെച്ചിരിക്കുക. ദൈവവചനം അതേപടി എടുക്കുന്നില്ല, എടുത്തിട്ട് വേറൊരു വ്യാഖ്യാനം നടത്തിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോയി. ദൈവം എന്താണോ പദ്ധതി ഇട്ടത് ആ ഒരു ലക്ഷ്യത്തിൽ തന്നെ അത് മാറി വേറെ അർത്ഥമാക്കി അത് പുറത്തു വരികയാണ്. അതാണ് കള്ളപ്രവാചകന്മാർ ചെയ്യുന്ന പ്രവണത. അത്തരം പ്രബോധനങ്ങളെ പ്രത്യേകത അത് ലോകവുമായിട്ട് വളരെയധികം സമരസപ്പെട്ടതാണ്. ലോകത്തിൻ്റെ അരൂപിയുമായിട്ട് ചേർന്നാക്കി വ്യാഖ്യാനങ്ങൾ വരുന്നത് എല്ലാം കേൾക്കുമ്പോൾ നല്ല ഇമ്പകരമായിട്ട് തോന്നും, നല്ല ആസ്വാദികരമായിട്ട് തോന്നും, നമുക്ക് നല്ല രുചികരമായിട്ട്. പക്ഷേ അതല്ല ശരിക്കും ദൈവവചനം. അതായത് എസെക്കിയേലിന്റെ പുസ്തകം 3:23-5 വരെയുള്ള വചനം വായിക്കുമ്പോൾ അതെനിക്ക് നാവിൽ ആദ്യം അത് മധുരിക്കുന്നുണ്ട്, ചിലപ്പോൾ അത് ഇറങ്ങിക്കഴിയുമ്പോൾ അത് കയ്ക്കുന്നതായിട്ടും പറയും. ആ ജെറമ്യാ പറയുന്നത് ചിലപ്പോൾ ഇത് കയ്പായിട്ട് മാറുന്നത് കാണാൻ പറ്റുമേ, അത് കയ്പായിട്ട് മാറുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതും എൻ്റെ പദ്ധതിയാണ്. ദൈവവചനം ചിലപ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് വരുമ്പോൾ, ജീവിതത്തിൽ വരുമ്പോൾ സഹനങ്ങളും വേദനകളും ഒക്കെ തരും.
പക്ഷേ അത് കൃപയായിട്ട്. അപ്പോൾ ദൈവവചനത്തെ മുറുകെ പിടിക്കുക, അവസാന ശ്വാസം വരെ ദൈവവചനത്തിന് വേണ്ടി ജീവിക്കുക, വചനത്തെ സ്നേഹിക്കുക, വചനത്തെ അണുവീട് വ്യതിചലിക്കാതിരിക്കുക. അയാൾ കൃപ നമുക്ക് ചോദിക്കാം. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക തന്നെ അനേക മക്കളുടെ മേലുള്ള പൈശാചിക പീഡകളും ബന്ധനങ്ങളും ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നീങ്ങിപ്പോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. Hosanna, hallelujah. Hosanna, hallelujah. Hosanna, hallelujah. Hosanna, hallelujah. നമ്മുടെ ജീവിതം മുഴുവനും സഹനങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം വിശ്വസിക്കോട്ടു. സങ്കീർത്തനം 27:1 മുതലുള്ള വചനം, കർത്താവിൻ്റെ കോട്ട പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? എതിരാളികളും ശത്രുക്കളുമായി ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയം അടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വിടുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ കരങ്ങൾ നമുക്ക് ജീവിതം വിട്ടുകൊടുക്കുക. ഈശോ സർവശക്തനാണ്. അവിടുന്ന് നമ്മെ എല്ലാ ദുഷ്ടാരൂപിയുടെ തൊഴിൽ മോചിപ്പിക്കും. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയുടെ മേൽ, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ മകൻ്റെയും മകളുടെ മേലുള്ള പാപ രോഗ പൈശാചിക ശക്തികളെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈശോയുടെ ശക്തി വ്യാപരിക്കപ്പെട്ട് ഈ സമയത്ത് ഈ ദിവ്യകാരണത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കുടുംബങ്ങളിലേക്കും ദൈവകൃപ ഒഴുകിറങ്ങട്ടെ. കർത്താവേ, രോഗികൾ, നിരാശയിൽ കഴിയുന്നവർ, ആരോഗ്യമില്ലാത്തവർ, കടബാധ്യതയിൽ കഴിയുന്നവർ, പഠിക്കുന്ന മക്കൾ, യുവാക്കൾ, യുവതികൾ, ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുന്ന മക്കൾ എല്ലാവരും നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ സമയം കർത്താവേ, നീ ഇവരുടെ മേൽ കൈകൾ വെക്കണമേ. ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ അങ്ങിൽ വിശ്വസിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കണമേ. പാപബന്ധനം, രോഗപീഠം മാറിപ്പോകട്ടെ. മാരക രോഗത്തിൻ്റെ വക്കിൽ കിടക്കുന്ന, മാരക രോഗത്തിൻ്റെ പിടിയിൽ കിടക്കുന്ന മക്കളുടെ മേൽ അങ്ങനെ കൈകൾ നീട്ടണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവപുത്ര അങ്ങേക്ക് ആരാധന, യേശുനാഥ അങ്ങേക്ക് ആരാധന, ദൈവപുത്ര അങ്ങേക്ക് ആരാധന, യേശുനാഥ അങ്ങേക്ക് ആരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാകാങ്ങേക്ക് ആരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാകാങ്ങേക്ക് ആരാധന. ഹോശാന, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ ആശീർവാദം ഈ സമയം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ബന്ധനങ്ങളും കെട്ടുകളും മുറിവുകളും ദുഃഖങ്ങളും അവിടുന്ന് എടുത്തു മാറ്റിയ സമയമാണത്. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ